NSS നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ്. ഗവർണറായി ചുമതലയേൽക്കും മുന്നേ പെരുന്നയിലെത്തിയ തന്നെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിച്ചില്ല. ഗേറ്റ് കീപ്പറെ കാണാനല്ല പെരുന്നയിലെത്തുന്നതും മന്നം സ്മാരകം എല്ലാ നായന്മാർക്കും അവകാശപ്പെട്ടതാണെന്നും ഡോക്ടർ സി വി ആനന്ദബോസ് ഡൽഹിയിൽ പറഞ്ഞു. എനിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി NSSന്റെ ജനറൽ സെക്രട്ടറിയുമായി. ഞാനിവിടെ ചെന്നു. അദ്ദേഹം എൻ്റെ കാറിൻ്റെ അടുത്ത് വന്ന് കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് സ്വീകരിച്ചു. എനിക്ക് ചായ തന്നു, എന്നോട് സംസാരിച്ച് തിരികെ അയക്കുകയും ചെയ്തു. സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശമില്ലേ? ഈ നായർ സമുദായത്തിൽ പിറന്ന ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മന്നത്താചാര്യ സമാധിയിൽ പോയി പുഷ്പാർച്ചന നടത്തേണ്ടതല്ലേ? നമ്മുടെ അവകാശമല്ലേ? ഈ കാവൽക്കാര് ഒരു കാര്യം ഓർക്കണം, ഗേറ്റ് കീപ്പേഴ്സ്, അവരെ കാണാനല്ല ജനങ്ങൾ വരുന്നത്. ഞാൻ പിന്നെ വരുന്ന NSSൽ പോകുന്നത് ഇപ്പോഴുള്ളവരെ കാണാനല്ല, അവരെ ബഹുമാനിക്കുന്ന സത്യമാണ്. പക്ഷേ മന്നത്താചാര്യന് ആദരവർപ്പിക്കാനാണ്. അതിനുള്ളൊരു അവസരം കിട്ടുന്നില്ലെന്ന് സങ്കടപൂർവ്വം പറയുകയാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, എൻ്റെ ഒരു സംശയം, അതായത് ഈ NSS ജനറൽ സെക്രട്ടറിയുടെ അപ്പോയിൻമെൻറ്റ് സി വി ആനന്ദബോസ് എടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ പുഷ്പാർച്ചന നടത്താനുള്ള പെർമിഷൻ ആയിരുന്നു വാങ്ങിയത്, അതോ പെർമിഷൻ ഇല്ലാതെയാണോ അദ്ദേഹം അവിടെ എത്തിയത്? ഒന്ന് ക്ലാരിഫൈ ചെയ്തോളൂ. SKN 3 വർഷം മുമ്പ് നടന്ന സംഭവത്തെക്കുറിച്ചാണ് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് തുറന്നു പറയുന്നത്. തൻ്റെ വിഷമം പങ്കുവയ്ക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. താൻ പശ്ചിമബംഗാൾ ഗവർണറായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് ഒരിക്കൽ ഈ പെരുന്നയിൽ എത്തി മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് അതിന് അനുമതി ലഭിച്ചില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം പശ്ചിമബംഗാൾ ഗവർണറായി തന്നെ ചുമതലയേൽപ്പിക്കുന്ന വിവരം താൻ ആദ്യം പങ്കുവച്ച ആളുകളിൽ ഒരാളാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എന്നും അതിനുശേഷം പെരുന്നയിൽ എത്തിയപ്പോൾ NSS ആസ്ഥാനത്ത് എത്തിയപ്പോൾ തന്നെ അദ്ദേഹം സ്വീകരിച്ചു, ആനയിച്ചു, ചായ തന്നു. ഒടുവിൽ മടക്കയാത്രയുടെ സമയത്ത് വാഹനം വരെ തൻ്റെ കാറിനടുത്ത് വരെ അനുഗമിച്ചു. എന്നാൽ ഈ മന്നം സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഗവർണറായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് തനിക്ക് പുഷ്പാർച്ചന നടത്താൻ ഉള്ള അവസരം നിഷേധിക്കപ്പെട്ടു എന്നും ഗേറ്റ് കീപ്പറെ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു സമുദായ അംഗങ്ങൾക്ക് മന്നം സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്താൻ എന്നുമാണ് അദ്ദേഹം NSS നേതൃത്വത്തിനെതിരെ തുറന്ന് അടിക്കുന്നത്. നായർ സമുദായത്തിൽ ജനിച്ച ഓരോ ആൾക്കും, യുവാക്കൾക്കോ അല്ലെങ്കിൽ ഈ സമുദായത്തിലെ ഓരോ അംഗത്തിനും സമുദായ ആചാര്യനായ മന്നത്ത് പത്മനാഭന്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശമുണ്ട് എന്നും അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുത്തകയല്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഡൽഹിയിൽ മന്നത്തിന് വേണ്ടി ഒരു സ്മാരകം നിർമ്മിക്കണമെന്ന ആശയവും അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ സ്മാരകത്തിനായി തൻ്റെ 1 മാസത്തെ ശമ്പളം സംഭാവനയായി നൽകുമെന്ന പ്രഖ്യാപനവും പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് നടത്തിയിരിക്കുന്നു. നേരത്തെ നേരിട്ട അവഗണന, അതാണ് അദ്ദേഹം 3 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ കൃത്യമായി ഈ മന്നത്തിൻ്റെ സ്മാരകം അത് ഓരോ സമുദായ അംഗത്തിനും അവകാശപ്പെട്ടതാണ് എന്ന പ്രഖ്യാപനവുമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഡൽഹി NSSന്റെ മന്നം അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഡോക്ടർ സി വി ആനന്ദബോസ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.